ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിൽ വാൻ മറിഞ്ഞ 10 മരണം. നിയന്ത്രണം വിട്ട വാൻ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ 14 പേർക്ക് പരിക്കേറ്റു. വാനിൽ ഉണ്ടായിരുന്നത് 24 പേരാണ്. നോയിഡയിൽ നിന്ന് രുദ്രപ്രയാഗിലേക്ക് പോയ തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, എപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്? വിഷ്ണു, ഇന്ന് രാവിലെ 11 മണിയോടെ ബദ്രീനാഥ് ഹൈവേയിലാണ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ രുദ്രപ്രയാഗ് ജില്ലയിലെ ബദ്രീനാഥ് ഹൈവേയിലാണ് ഈ അപകടമുണ്ടായത്. അളകനന്ദ നദിക്കരയിലേക്ക് ഏതാണ്ട് 250 അടി താഴ്ചയിലേക്ക് ടെമ്പോ ട്രാവലറിന്റെ വാൻ മറിയുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം അനുസരിച്ച് 13 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 11 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 7 പേരെ, ഗുരുതരമായി പരിക്കേറ്റ 7 പേരെ ഹെലികോപ്റ്റർ മാർഗം ഋഷികേശിലെ എയിംസിൽ പ്രവേശിച്ചിരിക്കുകയാണ്. പരിക്കേറ്റവരുടെ നില ഗുരുതരമായത് തുടരുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ മജിസ്ട്രേറ്റ് അന്വേഷണത്തിന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സ്വാമി ഉത്തരവിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 250 അടി താഴ്ചയിലേക്ക് ഈ വാൻ മറിഞ്ഞപ്പോൾ രക്ഷകരായി ഓടിയെത്തിയത് നാട്ടുകാരാണ്. തുടർന്ന് ജില്ലാ DDRFന്റെയും അതേപോലെ തന്നെ SDRFന്റെയും ഫയർഫോഴ്സിന്റെയും പ്രത്യേക സംഘമെത്തിയാണ് ഈ മരിച്ച മൃതദേഹങ്ങളും അതേപോലെ തന്നെ പരിക്കേറ്റവരെയും ഒക്കെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുവാൻ വേണ്ടി സഹായിച്ചത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്താണ് അപകടത്തിന് കാരണമെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. നന്ദഗോപനൊപ്പം തന്നെ ഈ പരിക്കേറ്റവർക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ടോ? അവരുടെ കൂടുതൽ അടിയന്തര ഘട്ടത്തിലുള്ള ചികിത്സയ്ക്കുള്ള മറ്റ് തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ടോ? എസ് നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്. രുദ്രപ്രയാഗിലാണ് വാൻ മറിഞ്ഞ 13 പേർ മരിച്ചത്. അതീവ ഗുരുതരമായൊരു അപകടം തന്നെയാണുള്ളത്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കുമേറ്റി. ഇവരെ കൃത്യമായ ചികിത്സയ്ക്കായി മാറ്റിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എസ് നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്.